LPG ഗ്യാസ് ബുക്കിംഗ് രീതിയിലെ മാറ്റങ്ങൾ ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. LPG ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. ഉപയോക്താക്കൾ സിലിണ്ടർ ബുക്ക് ചെയ്ത ശേഷം 2 ദിവസം കഴിഞ്ഞും ഏജൻസി വിതരണം ചെയ്തില്ല എങ്കിൽ എണ്ണക്കമ്പനി തന്നെ ബുക്കിംഗ് റദ്ദാക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. പ്രതിദിനം 3000 സിലിണ്ടറുകൾ വരെ ഇത്തരത്തിൽ റദ്ദാക്കപ്പെടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബുക്കിംഗ് ഗ്യാസ് കമ്പനികൾ റദ്ദാക്കുന്നതോടെ ഉപഭോക്താവ് വീണ്ടും സിലിണ്ടർ ബുക്കിംഗ് നടത്തണം. ഇത് മനസ്സിലാക്കാതെ വിതരണ ഏജൻസികളും ഉപഭോക്താക്കളും തമ്മിൽ അവരുടെ ഓഫീസുകളിലും വിതരണക്കാരുമായും നിരന്തരം തർക്കം പതിവായിരിക്കുകയാണ്. ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായും വരുന്നത്. കാരണം കാലവർഷക്കെടുതിയും പ്രളയവും മറ്റ് സാഹചര്യങ്ങളും കാരണം ബുക്ക് ചെയ്ത എല്ലാവർക്കും 2 ദിവസത്തിനകം സിലിണ്ടർ വിതരണം പൂർത്തിയാക്കുക അസാധ്യമാണ് എന്നാണ് വിതരണ ഏജൻസികൾ പറയുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാണ് പറയുന്നതെങ്കിലും അത്തരത്തിലുള്ള രേഖാമൂലമുള്ള ഒരു നിർദ്ദേശങ്ങളും നിലവിലില്ല. 3 തവണ വിതരണത്തിനെത്തുമ്പോഴും ഉപഭോക്താവിനെ കാണാതെ മടങ്ങേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ബുക്കിംഗ് റദ്ദാക്കുവാൻ അനുവാദം നേരത്തെ ഉണ്ടായിരുന്നത്. വിതരണത്തിന് വീടുകളിൽ എത്തുമ്പോൾ ആളില്ലെങ്കിൽ 2-3 അവസരങ്ങൾ വീട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും നൽകാറുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു രീതിക്കൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ തന്നെ വാങ്ങുവാൻ പരമാവധി ശ്രദ്ധിക്കണം. വിതരണത്തിനെത്തുമ്പോൾ നിങ്ങളില്ല എങ്കിൽ അതിനു പകരം മറ്റാരെങ്കിലും സിലിണ്ടറും പണവും നൽകി ഏർപ്പാടാക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ബുക്കിംഗ് ക്യാൻസലായാൽ വീണ്ടും ബുക്ക് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ഗ്രാമീണ മേഖലകളിൽ 45 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും എന്ന നിയന്ത്രണവും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന പരാതിയുമുണ്ട്. നഗരങ്ങളായി മാറിയ പ്രദേശങ്ങളിലെ ഗ്യാസ് ഏജൻസികളെ ഇപ്പോഴും മുൻകാല രേഖകളുടെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ മേഖലയായി വിലയിരുത്തിയുള്ള നിയന്ത്രണങ്ങൾ മൂലം പല നഗരപ്രദേശങ്ങളിലും 25 ദിവസത്തിന് പകരം 45 ദിവസം കഴിയുമ്പോഴാണ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. വിവിധ ഓയിൽ കമ്പനികളിൽ നിന്ന് ഗ്യാസ് കണക്ഷൻ എടുത്തവർ സബ്സിഡിക്ക് വേണ്ടി ഈ മാസം KYC അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള ഒരു പ്രചാരണം ശരിയല്ല എന്ന് ഓയിൽ കമ്പനികളും പൊതുവിതരണ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. ഒരാളുടെ പേരിൽ ഒന്നിലധികം കണക്ഷൻ എടുത്തവരെയും മറ്റുള്ളവരുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുന്നവരെയും ഫിൽട്ടർ ചെയ്ത് മരണപ്പെട്ടവരുടെ കണക്ഷൻ അനന്തരാവകാശികളുടെ പേരിലേക്ക് മാറ്റുന്നതിനും ഉദ്ദേശിച്ചതാണ് ഈ ഒരു അപ്ഡേഷൻ നടത്തുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഗ്യാസ് കണക്ഷൻ എടുത്തവരിൽ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള സബ്സിഡി പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് അനുവദിച്ച PMUY പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. 14.2 കിലോഗ്രാം സിലിണ്ടറിന് 300 രൂപ വീതം നേരിട്ടുള്ള സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു സംവിധാനം. 5 കിലോഗ്രാം സിലിണ്ടറിന് തുക ആനുപാതികമായി കുറയുകയും ചെയ്യും. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.